നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖ മേനൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ കേട്ടോ. എല്ലാവരും നന്നായിരിക്കട്ടെ. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം മുരിങ്ങയുടെ പറഞ്ഞല്ലോ ജ്യൂസ് എടുത്ത് തലത്തേക്കുന്ന കാര്യം. അപ്പോൾ ഈ മുരിങ്ങയുടെ ജ്യൂസിൻ്റെ കൂടെ നമുക്ക് പലതും ചേർക്കാമെന്ന് പറഞ്ഞല്ലോ, ആയുർവേദ പൊടികളൊക്കെ. നെല്ലിക്കപ്പൊടി ചേർക്കാം, പിന്നെ നീലാമരി ചേർക്കാം, ഒരുപാടുണ്ട് കേട്ടോ. മൈലാഞ്ചി ചേർക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഈ മുരിങ്ങയുടെ ജ്യൂസിനോടുകൂടി നമുക്ക് നെല്ലിക്കപ്പൊടി ചേർത്താൽ എങ്ങനെയുണ്ടാവും എന്ന് നോക്കാം കേട്ടോ. നെല്ലിക്കപ്പൊടി അയൽ ചേർന്നാണ് ഇരുമ്പ് സത്ത് കൂടുതലുള്ളതാണല്ലോ. അപ്പം മുടിക്ക് നല്ല കളറും കിട്ടും കേട്ടോ. മുരിങ്ങ ഇപ്പോൾ ധാരാളം വീട്ടിലുണ്ടെന്ന് പറഞ്ഞു, വളരെ സന്തോഷം. അപ്പം മുരിങ്ങയില ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമുക്ക് എവിടെയെങ്കിലും വേദന, കൈവേദന, കാൽവേദനയൊക്കെ വരാണെങ്കിൽ നമ്മൾ കിഴി കുത്തുമ്പോൾ ഇലക്കിഴി കുത്തുമല്ലോ. അപ്പം മുരിങ്ങയുടെ ഇതുപോലെയുള്ള മുരിങ്ങയുടെ ഇല, പിന്നെ ആ ചെടിയുടെ ഇല ഉണ്ടാവും വട്ടത്തിൽ, കണ്ടു കാണും അത്. പിന്നെ എരിക്കിൻ്റെ ഇല പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അതിൻ്റെ പാല് കണ്ണിപ്പോയാൽ നമുക്ക് കാഴ്ചയ്ക്ക് പ്രശ്നമാവും കേട്ടോ. അപ്പോൾ എരിക്കിൻ്റെ ഇലകളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. അതുപോലെ എരിക്കിൻ്റെ ഈ ഇല എടുത്തിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അത് വെച്ചിട്ട് കുളിക്കാൻ പറയും നമ്മൾ, മേലുവേദനയ്ക്കൊക്കെ കേട്ടോ. അപ്പോൾ ഈ ഇലക്കിഴികൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇത്രയും ചേർക്കാം നമുക്ക് കേട്ടോ. നൊച്ചിയുടെ ഇല വേണമെങ്കിൽ അത് ചേർക്കാം. നൊച്ചിയില എന്ന് കേട്ടിട്ടുണ്ടോ? നൊച്ചിയില, മുരിങ്ങയില, ആവണക്കെണ്ണ ചെടിയുടെ ഇല, ആവണക്കിൻ്റെ ഇല, പിന്നെ ഇതുപോലെ എരിക്കിൻ്റെ ഇല, ഇതെല്ലാം നമ്മൾ ആവിയിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റീം കൊടുത്തെടുക്കുക കേട്ടോ. ആവിയിൽ വെച്ചിട്ട് നമ്മൾ ഒരു തുണിയിൽ കിഴി കുത്തിയിട്ട് നമ്മൾ ഇതുപോലെ നമുക്ക് വേദന എടുത്തൊക്കെ നമുക്കിങ്ങനെ വെക്കാം കേട്ടോ. അതുപോലെ തൊണ്ടവേദന എളുപ്പം മാറാൻ എന്താ ചെയ്യേണ്ടതെന്നൊരു സംശയം ചോദിച്ചു കേട്ടോ. അപ്പൊ ഈ തൊണ്ടവേദനയ്ക്ക് നമ്മൾ സാധാരണ കല്ലുപ്പിട്ടിട്ട് ഗാർഗിൾ ചെയ്യും അല്ലേ, വെള്ളം തിളപ്പിച്ച് കല്ലുപ്പിട്ടിട്ട് നമ്മൾ ഗാർഗിൾ ചെയ്യാം തൊണ്ടവേദനയ്ക്ക്. അപ്പൊ ഇങ്ങനെ ഗാർഗിൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കട്ടൻ ചായ എടുക്കാം, കട്ടൻ ചായ അരിച്ചെടുക്കാം. കട്ടൻ ചായയിൽ ഈ കല്ലുപ്പിട്ട് ചെറു ചൂടോടുകൂടി നമ്മൾ ഗാർഗിൾ ചെയ്ത് നോക്കൂ. അപ്പൊ ഈ കട്ടൻ ചായയുടെ കറയും ഈ കല്ലുപ്പും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് തൊണ്ടയ്ക്ക് ഉള്ള ആ പ്രശ്നം വേഗം മാറും, തൊണ്ടവേദനയൊക്കെ മാറും കേട്ടോ. ഇത് ചെറിയൊരു ടിപ്പാണ്. തൊണ്ടവേദന ഉള്ളവര് കട്ടൻ ചായ എടുത്ത് അരിച്ചെടുക്കാം, എന്നിട്ട് കല്ലുപ്പ് ഇട്ടിട്ട് ചെറു ചൂടോടുകൂടി, സഹിക്കാവുന്ന ചൂടോടുകൂടി ഗാർഗിൾ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ആശ്വാസം ഉണ്ടാവും. ഒറ്റ പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല ആശ്വാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ മിക്കവരും ഗാർഗിൾ ചെയ്യാറുണ്ട് കല്ലുപ്പിട്ട്. അപ്പൊ ഇങ്ങനെ ഒന്ന് നോക്കൂ കേട്ടോ, പെട്ടെന്ന് മാറും നിങ്ങൾക്ക്. നല്ല ടിപ്സൊക്കെ കേട്ടോ. അതുപോലെ മേലുവേദന, ഡെയിലി രാവിലെ എണീക്കുമ്പോൾ മേലുവേദന എടുക്കാറുണ്ട് ചിലവർക്ക് അല്ലേ. അപ്പോൾ അത് കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഒന്നല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കുളിക്കുക, ചെറും ചൂടുവെള്ളത്തിൽ, അല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ കുളിക്കുക. ഈ ചൂടുവെള്ളവും പച്ചവെള്ളവും കൂടി നമ്മൾ മിക്സ് ചെയ്ത് കുളിക്കരുത് കേട്ടോ. അതെ, ചിലവർ ചെറിയ കുഞ്ഞു കലത്തിൽ വെള്ളം തിളപ്പിക്കും, എന്നിട്ട് ഒരുപാട് പച്ചവെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്യും, മേല് കഴുകും. അപ്പോൾ അത് നീര് വീഴ്ച ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതിലും മേലെ നിങ്ങൾ ചെറിയ പാത്രത്തിൽ കുറച്ചായിട്ട് ചൂടാക്കി എടുത്തോളൂ. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഉള്ള ചെറു ചൂട്, ആ ചൂട് മതി കേട്ടോ. അങ്ങനെ ചെറു ചൂടോടുകൂടി മേല് കഴിക്കുള്ളൂ, കുഴപ്പമില്ല. ഒരുപാട് തിളപ്പിച്ചിട്ട് അതിൽ പച്ചവെള്ളം ഒരിക്കലും മിക്സ് ചെയ്യരുത് കേട്ടോ. അപ്പം നമുക്ക് മേലുവേദന മാറേയില്ല കേട്ടോ, നീരുവീഴ്ച കൂടെയുള്ളൂ. അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം, നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ അപ്പം ഈ മുരിങ്ങയുടെ ജ്യൂസ് എടുത്തതാ കേട്ടോ. മുരിങ്ങയുടെ നീര് വെള്ളം ചേർത്ത് അരച്ചതാ കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ. നെല്ലിക്കപ്പൊടി എല്ലാത്തിനും ചേർക്കാം കേട്ടോ. മുടിക്ക് അഴകും ഉണ്ടാവും, മുടി വൃത്തിയാക്കും, കൂടാതെ കറുപ്പും ഉണ്ടാവും
കേട്ടോ. അപ്പൊ നെല്ലിക്കപ്പൊടി നമ്മളുടെ മുടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതാണ് കേട്ടോ. അപ്പൊ ആരും ഇത് അവോയ്ഡ് ചെയ്യരുത് കേട്ടോ, നെല്ലിക്കപ്പൊടി. അപ്പൊ ഞാനത് ഇതിനകത്ത് ഇടാണ് കേട്ടോ. നമ്മൾ ഇത് കണ്ടോ ഇളക്കാം. മുരിങ്ങയിലയുടെ ജ്യൂസിന്റെ കൂടെ നെല്ലിക്കപ്പൊടി ഇളക്കാം കണ്ടോ, മിക്സായി. എന്നിട്ട് നമുക്കിത് തലമുടിയിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. അരമണിക്കൂർ കഴിയുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി. ഇത് തലമുടിയിലും തലോട്ടിലൊക്കെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. തലോട്ടിൽ തേച്ചിട്ട് മുടിയുടെ അറ്റം വരെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. എന്നിട്ട് വെറും വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി അരമണിക്കൂർ കഴിയുമ്പോൾ. പിന്നെ ഈ കഴുത്തിലെ കറുപ്പ് മാറാനായിട്ട് നമ്മൾ ഫേഷ്യൽ ചെയ്യുമല്ലോ, ഫേഷ്യൽ ചെയ്യുമ്പോൾ അത് തന്നെ നമ്മൾ കഴുത്തിൽ ഇട്ട് കൊടുക്കും കേട്ടോ. കസ്തൂരി മഞ്ഞൾ കൂട്ടിയിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ബ്ലാക്ക് ഒക്കെ മാറും കേട്ടോ. ഇത് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. അല്ലെങ്കിൽ ആര്യവേപ്പിൻ്റെ അന്ന് പറഞ്ഞ പോലെ ആര്യവേപ്പിൻ്റെ ഇലയിൽ മഞ്ഞൾ അരച്ചിട്ട് അത് കഴുത്തിന് ചുറ്റും പരട്ടി കൊടുക്കും കേട്ടോ. പിന്നെ വെള്ളം ധാരാളം കുടിക്കുക. കഫം ചിലപ്പോൾ ഉണ്ടാവും, കഫം ഉണ്ടെങ്കിലും ഈ കറുപ്പ് വരും കേട്ടോ. കഫം പോകാനായിട്ടാണ് ഞാൻ പറഞ്ഞ ചില ടിപ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഉപയോഗിക്കും കേട്ടോ. അതുപോലെ ബ്ലഡ് ഇംപ്യൂരിറ്റി ആവുക, ബ്ലഡ് ഇംപ്യൂരിറ്റി ആവുമ്പോൾ നമുക്കിതുപോലെ ബ്ലാക്ക് വരും കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനുള്ള മെഡിസിൻ കഴിക്കാം. അതും ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഇംപ്യൂരിറ്റീസ് മാറാനുള്ള ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊന്ന് കഴിച്ചു നോക്കൂ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം. തലമുടിയിലും തലോട്ടിലൊക്കെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ടിപ്സായിട്ട് നാളെ കാണാം. എല്ലാവർക്കും നല്ലതായി.